نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ഒരു വസിയ്യത്ത് ആത്മാർത്ഥമായി നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. ജീവിതം വളരെ ചെറുതാണ്. അശ്രദ്ധമായി സമയം പാഴാക്കുന്നതിലൂടെ നാം വീണ്ടും അതിനെ ചെറുതാക്കിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന്. വളരെ ചിന്തനീയമായ ഒരു വാചകമാണിത്. നമുക്കറിയാം വിശ്വാസികളെ, ഈ ഭൗതിക ലോകത്ത് എനിക്കും നിങ്ങൾക്കുമൊക്കെ നൽകപ്പെട്ട ആയുഷ്കാലം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ്. വളരെ ചുരുങ്ങിയ വർഷങ്ങൾ മാത്രമാണ് നമ്മളിവിടെ കഴിഞ്ഞുകൂടുന്നത്. ആ ഒരു ആയുസ്സിനിടക്ക് വളരെ അമൂല്യമായി നമുക്ക് ലഭിക്കുന്ന സമയം അത് വെറുതെ പാഴാക്കി കളയുമ്പോൾ സത്യത്തിൽ നമ്മുടെ ജീവിതം വീണ്ടും വീണ്ടും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു പരമയാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതേതാണ്? ഈ ഭൗതിക ലോകത്ത് നമ്മൾ നേടുന്ന സമ്പാദ്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമല്ല. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായ രണ്ടെണ്ണം എന്ന് പറയുന്നത്, ഒന്ന് അവന് ലഭിക്കുന്ന സമയമാണ്, രണ്ടാമത്തേത് അവന്റെ ആരോഗ്യമാണ്. ഈ രണ്ടനുഗ്രഹങ്ങളെയും ഫലപ്രദമായ നിലക്ക് ആര് ഉപയോഗപ്പെടുത്തുന്നുവോ ഒരു സംശയവും വേണ്ട, അയാളുടെ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ രണ്ട് അനുഗ്രഹങ്ങൾക്ക് വലിയ വിലയാണ്, വലിയ പ്രാധാന്യമാണ് അള്ളാഹുവിന്റെ ദീന് നൽകിയിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട്
ഞാൻ എന്റെ വിഷയത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസവിധത്തിലേക്ക് ഒരു സഹാബി, ഒരു മനുഷ്യൻ നടന്നു ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു. ഹദീസിന്റെ കിതാബുകളിലെല്ലാം രേഖപ്പെടുത്തപ്പെട്ട സ്വഹീഹായ ഒരു പ്രവാചക വചനം. എന്താണ് അദ്ദേഹം ചോദിച്ചതെന്നോ? അള്ളാഹുവിന്റെ റസൂലെ, അയ്യു ദുആഇ അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രാർത്ഥന ഏതാണ് എന്ന് അങ്ങനെക്ക് പറഞ്ഞു തരൂ നബിയെ. ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ പ്രാർത്ഥനകളിൽ ഏറ്റവും മഹത്വരമായ, ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രാർത്ഥന ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? നിങ്ങളൊക്കെ പലതും ചിന്തിക്കുന്നുണ്ടാകും, പക്ഷേ നമ്മളൊന്നും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറയുന്നത്. എന്താണ് അവിടുന്ന് പറഞ്ഞതെന്നോ? തസ്അൽ റബ്ബക, നീ നിന്റെ റബ്ബിനോട് ചോദിക്ക്. എന്ത് ചോദിക്കണം? അൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ആരോഗ്യം ലഭിക്കാൻ വേണ്ടി, ആഫിയത്തിന് വേണ്ടി നീ നിന്റെ റബ്ബിനോട് നിരന്തരമായി ചോദിക്കണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ സ്വഹാബി പോകുന്നു. അടുത്ത ദിവസം വീണ്ടും റസൂലിന്റെ സദസ്സിൽ വരുന്നു. എന്നിട്ട് നബിയോട് രണ്ടാം പ്രാവശ്യം ചോദിക്കുകയാണ്. രണ്ടാമത്തെ ദിവസം, നബിയെ, അയ്യു ദുആഇ അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രാർത്ഥന ഏതാണ് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ ആവർത്തിക്കുകയാണ്, നീ നിന്റെ റബ്ബിനോട് ദുനിയാവിലും ആഖിറത്തിലും അഫ്വിനും ആഫിയത്തിനും വേണ്ടി തേടിക്കോ. തിരിച്ചു പോകുന്നു. മൂന്നാം ദിവസവും വരുന്നു. ആ സ്വഹാബി വീണ്ടും ചോദിക്കുന്നത്, നബിയെ, പിന്നെ ഞാൻ ഏതാണ് പ്രാർത്ഥിക്കേണ്ടത്? എന്റെ പ്രാർത്ഥനകളിൽ ശ്രേഷ്ഠകരമായ പ്രാർത്ഥന ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവർത്തിക്കുകയാണ്, തസ്അൽ റബ്ബക അൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും അഫ്വും ആഫിയത്തും ലഭിക്കാൻ തേടിക്കോ. അത് നിനക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും ലഭിച്ചു കഴിഞ്ഞാൽ നീ വിജയിച്ചു കഴിഞ്ഞു. ആലോചിച്ചു നോക്കൂ, ആരോഗ്യത്തിന്, ആഫിയത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യമാണിത്. ഇതേപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടെ ഇസ്ലാം പറയുന്ന കാര്യമാണ് ഒഴിവ് സമയം. സമയം പാഴാക്കുക എന്നത് ഇസ്ലാം അങ്ങേയറ്റം വെറുത്ത കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയം നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്, ലോകത്ത് ധാരാളം മനുഷ്യർ അശ്രദ്ധയിലായ രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. ഭൂമിയിൽ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും നഷ്ടത്തിലാക്കി കളഞ്ഞ, അതല്ലെങ്കിൽ വില കൽപ്പിക്കാത്ത, അശ്രദ്ധമായി വേസ്റ്റാക്കുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. ഏതാണ് ആ രണ്ട് അനുഗ്രഹങ്ങൾ എന്നറിയുമോ? ഒന്ന് അസ്സിഹ്ഹത്തു, മനുഷ്യന്റെ ആരോഗ്യമാണ്. ആരോഗ്യം നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം അതിനെ നശിപ്പിക്കുക. ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് ആരോഗ്യ കാലഘട്ടത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താതെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുന്ന കാലത്താണ് മനുഷ്യൻ ചിന്തിക്കുക, എന്ത്, എനിക്കൊന്ന് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ശരീരത്തിന്റെ ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ, ഈ രോഗത്തിൽ നിന്നൊന്ന് മുക്തി നേടിയിരുന്നെങ്കിൽ എനിക്കതും ഇതുമൊക്കെ ചെയ്യാമായിരുന്നു എന്ന് മനുഷ്യൻ ചിന്തിക്കും. അതേപോലെ അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അൽ ഫറാഗ്, ഒഴിവ് സമയം. ഇഷ്ടംപോലെ സമയം കിട്ടിയിരുന്നു, പക്ഷെ അതൊക്കെ വെറുതെ പാഴാക്കി കളഞ്ഞു. ഇപ്പോൾ സമയമില്ല, ഒഴിവ് സമയമില്ല, സാഹചര്യമില്ല, സന്ദർഭമില്ല. മനുഷ്യൻ ഖേദിച്ചു മടങ്ങുകയാണ്. ആലോചിച്ച് നോക്കൂ, ഈ ഹദീസ് ഇന്ന് വളരെ ചിന്തിക്കേണ്ട ഒരു പ്രവാചക വചനമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, ഈ രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ച് മനുഷ്യർ അശ്രദ്ധരാണ്. ഇന്ന് ഭൂരിപക്ഷം വരുന്ന ആളുകൾ അവരുടെ സമയം എങ്ങനെയാണ് ചിലവഴിക്കുന്നത്? വിശ്വാസികളെ, മൊബൈൽ ഫോണിലൂടെ, അല്ലേ, സോഷ്യൽ മീഡിയയിലൂടെ, അതേപോലെ യുവാക്കൾ വീഡിയോ ഗെയിമിലൂടെ, അനാവശ്യമായ റീൽസ് കാണുന്നതിലൂടെ, ഇങ്ങനെ സ്ക്രീൻ ടൈം. ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ദിവസം നേരം പുലർന്നാൽ വൈകുന്നേരം കിടപ്പറയിലെത്തുന്നത് വരെ ഞാൻ എത്ര ടൈമാണ് ഈ നിലക്കുള്ള സോഷ്യൽ മീഡിയക്കും ഫോൺ ഉപയോഗിക്കാനും അതേപോലെ സ്ക്രീൻ ടൈമിനായി ഞാൻ ഉപയോഗപ്പെടുത്തുന്ന സമയം എത്രയാണെന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഭൂരിപക്ഷം അതല്ലെങ്കിൽ അധിക സമയവും നമ്മൾ ഇതിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയുന്നത്?
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, വേനലവധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് വേനലവധിക്കാലമാണ് ഇല്ലേ? അവധി അതല്ലെങ്കിൽ ഒഴിവ് സമയം എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുഗ്രഹമാണത്. ഒഴിവ് സമയം കിട്ടുന്നത് അനുഗ്രഹമാണ്. പക്ഷേ ശ്രദ്ധ പുലർത്തിയിട്ടില്ല എങ്കിൽ അതൊരു ദുരന്തമായി മാറാൻ ഏറെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കരുതലോടുകൂടെ നാം കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് ഒഴിവ് സമയം, അവധിക്കാലം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ പള്ളിയിലിരിക്കുന്ന ഈ ജുമുഅക്ക് ഹാജരായിട്ടുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, രക്ഷിതാക്കളെ, വേനലവധിക്കാലത്ത് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട 6 പ്രധാനമായ കാര്യങ്ങളാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ നിങ്ങളെയും എന്നെയും ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ആ 6 കാര്യങ്ങളിൽ നിങ്ങൾ ജാഗ്രത പുലർത്തിയാൽ വരും തലമുറയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്, അമാനത്താണ്. ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ച വചനം സൂറത്തു തഹ്രീമിലെ ചിന്തനീയമായ ഒരു വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ. പരലോകത്ത് ആർക്കെങ്കിലും ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂല. ഒരു വാപ്പയും ഒരു മകനും ഒരു ഉപകാരം ചെയ്യൂല. ഒരു മകനും ഒരു വാപ്പക്കും ഒരു മാതാവിനും ഒരു ഉപകാരം ചെയ്യൂല. പിന്നെ എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തുടർന്നുള്ള പറയാണ്, എന്താണ് ആ നരകത്തിന്റെ അവസ്ഥയെന്നോ, വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യരാണ്, ചൂടേറിയ കല്ലാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, പരുക്കന്മാരും മല്ലന്മാരുമായ മലക്കുകളാണ് അതിന്റെ പാറാവുകാർ. അവരുടെ അവസ്ഥ കേൾക്കണോ? ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ല എന്തൊരു കാര്യം അവരോട് കൽപ്പിച്ചാലും ആ കൽപ്പനയ്ക്ക് എതിരെ അവർ പ്രവർത്തിക്കുന്നതല്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവർ കൽപ്പിക്കപ്പെട്ടതെന്തോ അത് അപ്രകാരം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് വിശ്വാസികളെ വിളിച്ച് അല്ലാഹു പറയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരം കാത്താൽ പോരാ, നിങ്ങളുടെ വീടിനകത്തുള്ള നിങ്ങളുടെ കുടുംബമില്ലേ, അവരെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുൻഗാമികളായ സലഫുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്, എന്താണ് നിങ്ങളെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അദ്ദിബൂഹും വ അല്ലിമൂഹും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ അദബ് പഠിപ്പിക്കലാണത്, അവർക്ക് നിങ്ങൾ ദീനിന്റെ ഇൽമ് പകർന്നു കൊടുക്കലാണത്. എങ്ങനെ രക്ഷിക്കേണ്ടത്? നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്തു വേണം? ഇസ്ലാമികമായ അദബുകൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് മുഴുവൻ ഉസ്താദ് പഠിപ്പിച്ചാൽ മാത്രം പോരാ, രക്ഷിതാവെന്ന നിലയ്ക്ക് നമുക്കും ചില അദബുകൾ പഠിപ്പിക്കാനുണ്ട്. ഉസ്താദിനെ ഏൽപ്പിക്കുന്ന കാര്യം മുതൽ വീട്ടിൽ നാം ചെയ്യേണ്ട ഉത്തരവാദിത്വം വരെ എല്ലാം അതിൽപ്പെടുന്ന കാര്യമാണ്. വഅല്ലിമൂഹും, ദീനിനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കണം. അപ്പൊ ഇത് നമ്മളെ ഏൽപ്പിച്ച ബാധ്യതയാണ്. ഇപ്പൊ എല്ലാ രക്ഷിതാക്കളും സാധാരണ പറയാറുള്ളത് എന്താ? കുട്ടി നേരം വെളുത്താൽ സ്കൂളിലാണ്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ട്യൂഷൻ ഉണ്ട്. രാവിലെ പോയാൽ വൈകുന്നേരമാണ് അവൻ തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ അവൾ മടങ്ങി വരുന്നത്. കൂടുതൽ സമയം അധ്യാപകരുടെയും കുട്ടികളുടെയും സ്കൂളിലൊക്കെയാണ് സമയം ചിലവഴിക്കുന്നത്. എന്റെ അടുത്ത് വളരെ കുറഞ്ഞ സമയമുള്ളൂ, അതുകൊണ്ട് കുട്ടിനെ ഞാൻ കൂടുതൽ കാണാറില്ല, കൂടുതൽ ഇടപഴകാറില്ല, അല്ലെങ്കിൽ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് എന്നൊക്കെയാണല്ലോ പറയാറുള്ളത്. എന്നാൽ അവധിക്കാലമായാൽ ഇതിനൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ നമുക്ക് ചിലതൊക്കെ ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? 6 കാര്യങ്ങൾ എണ്ണി പറയുകയാണ് ഞാൻ. നമുക്കൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായ കാര്യമാണ്. ഒന്നാമതായി, രക്ഷിതാക്കൾ എന്ന നിലക്ക് ഞാനും നിങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? അധിക രക്ഷിതാക്കളും ചിന്തിക്കുന്നതറിയോ? എന്റെ കുട്ടി ഒന്ന് നന്നായെങ്കിൽ, ഞാനോ ഇങ്ങനെ ആയിപ്പോയി, എന്റെ മക്കളെങ്കിലും ഒന്ന് നന്നായെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇവിടെ തർബിയത്തിന്റെ വിഷയത്തിൽ, മക്കളെ ശിക്ഷണം നടത്തുന്ന വിഷയത്തിൽ ഭൂരിപക്ഷം വരുന്ന മാതാപിതാക്കൾക്കും സംഭവിക്കുന്ന വലിയൊരു അബദ്ധമുണ്ട്. അതെന്താണെന്നറിയോ?
അവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ മക്കളോട് അവർ പറയുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു എന്നത് മക്കളെ വളർത്തുന്ന വിഷയത്തിൽ വരുന്ന ഒന്നാമത്തെ അബദ്ധമാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്നറിയോ? ആദ്യമായി നമ്മുടെ മക്കൾ നന്നാകണമെന്ന് നിങ്ങളും ഞാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഒന്നാമത് മാതൃകയായി അവരുടെ മുമ്പിൽ ഉണ്ടാകണം. നമ്പർ 1, ഒന്നാമത്തെ പോയിന്റ് എന്ത്? നമ്മൾ മാതൃകയാകണം. മഹാനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു സൗദി അറേബ്യയിൽ. നിങ്ങളൊക്കെ കേട്ട് കാണും. വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്. വൈജ്ഞാനികമായ ധാരാളം സംഭാവനകൾ മുസ്ലിം സമൂഹത്തിന് നൽകിയ മഹാനായ പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അല്ലിമു ഔലാദകും അസ്സിദ്ഖ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സത്യസന്ധത പഠിപ്പിക്കണേ രക്ഷിതാക്കളെ. എങ്ങനെ? മോനെ സത്യം പറയണട്ടോ, കളവ് പറയരുത് എന്ന് നിങ്ങൾ ഉപദേശിച്ചത് കൊണ്ട് രക്ഷപ്പെടുവോ? അങ്ങനെ സത്യസന്ധനാകുവോ? ഇല്ല. എങ്ങനെ വേണം? ബിൽ ഖൗലി വൽ ഫിഅലി. നിങ്ങൾ പറയുക വേണം, അതോടൊപ്പം നിങ്ങൾ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കണം. വാപ്പയും ഉമ്മയും സത്യസന്ധത പുലർത്തുന്നു എങ്കിലേ ആ കുട്ടി, നമ്മുടെ മക്കൾ സത്യസന്ധരാകൂ. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഫഇദാ ഹദ്ദസ്തുമൂഹും ഫലാ തക്ദിബു അലൈഹിം. നിങ്ങൾ അവരോട് വല്ലതും സംസാരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ മക്കളോട് കളവ് പറയരുത്. വഇദാ വഅദ്തുമൂഹും ഫലാ തഹ്ലിഫു വഅദകും. നിങ്ങൾ അവരോട് വല്ലതും വാഗ്ദാനം ചെയ്താൽ, ഞാൻ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയാൽ നിനക്ക് ഇന്ന ഗിഫ്റ്റ് തരട്ടോ, അതല്ലെങ്കിൽ ഇന്നത് ഞാൻ നിനക്ക് ചെയ്തു തരട്ടോ, ഇന്ന ഓഫർ ഉണ്ട് കേട്ടോ നിനക്ക് എന്നൊക്കെ കുട്ടികൾക്ക് നമ്മൾ ഓഫർ കൊടുത്തിട്ട് ഇന്നത് വാങ്ങിച്ചു തരാം, അതല്ലെങ്കിൽ അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ ലംഘിക്കരുത്. അതിലൂടെ കുട്ടികളിലേക്ക് പോകുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അതെന്തെന്നറിയുമോ? വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുന്നതിന് കുഴപ്പമില്ല. എന്റെ വാപ്പയിൽ ഞാൻ അത് കാണുന്നു. കളവിടക്കിടക്ക് പറയുന്നതിന് കുഴപ്പമില്ല. എന്റെ ഉമ്മയിൽ ഞാൻ അത് കാണുന്നു. അത് കണ്ടു വളരുന്ന കുട്ടികൾ എങ്ങനെ സത്യസന്ധരായി മാറും? ഒന്നാമത്തെ പോയിന്റ്. മഹാനായ ഉത്ബത്ത് ബിൻ അബീ സുഫിയാൻ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് മകനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ആ ഉസ്താദിന്റെ അടുത്ത് ചെന്നിട്ട് മഹാനായ പണ്ഡിതൻ ഉസ്താദിന് കൊടുക്കുന്ന ഒരു ഉപദേശം ചരിത്രത്തിന്റെ പുസ്തകങ്ങളിലൊക്കെ കാണാൻ കഴിയും. എന്താണ് കൊടുക്കുന്നതെന്നറിയോ? അദ്ദേഹം പറയാണ്, ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ കുട്ടിനെ നീയാണല്ലോ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് നിന്നോട് എനിക്ക് പറയാനുള്ളത്, ലിയകുൻ അവ്വല ഇസ്ലാഹിക ലിവലദി ഇസ്ലാഹുക ലിനഫ്സിക്. എന്റെ മകനെ നീ നന്നാക്കുമ്പോൾ ആദ്യമായി നീ ശ്രദ്ധിക്കേണ്ടത്, നീ നന്നാകണം. നിന്റെ നഫ്സിനെ നീ നന്നാക്കിയിട്ടായിരിക്കണം എന്റെ മകനെ നീ ഇസ്ലാഹ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്നറിയോ? ഫഇന്ന ഉയൂനഹും മഅഖൂദത്തും ബിക്. ആ കുട്ടികളുടെ നയനങ്ങൾ എപ്പോഴും നിന്നിൽ ബന്ധിതമാണ്. ആ കുട്ടികളുടെ കണ്ണുകൾ എപ്പോഴും ഉസ്താദിൽ ബന്ധിതമാണ്. ഫൽഹസനു ഇൻദഹും മാ സനഅത. അവർ നല്ലതായി കാണുന്നത് നീ ചെയ്യുന്നതാണ്. വൽ ഖബീഹു ഇൻദഹും മാ തറക്ത. അവർ ചീത്തയായി കാണുന്നത് നീ ഉപേക്ഷിക്കുന്നതാണ്. അപ്പൊ ഉസ്താദും ഉപ്പയും ഉമ്മയും ഒക്കെ എന്തൊക്കെയാണോ ചെയ്യാത്തത് അതാണ് മക്കളും ചെയ്യാതിരിക്കുന്നത്. അവര് ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്നാണ് കുട്ടികളുടെ വിചാരം. അതുകൊണ്ട് എപ്പോഴും റോൾ മോഡലായി സ്വീകരിക്കുന്നത് ഉസ്താദിനെയും വാപ്പയെയും ഉമ്മയെയും ഒക്കെയാണ്. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ നന്മ പുലർത്തിയെങ്കിലേ മക്കളും നന്നാകൂ എന്നാണ് ഇസ്ലാം ഒന്നാമതായി പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റാണ്. ഇവിടെ എവിടേക്ക് വീഴ്ചയുണ്ടോ? വാപ്പ നിസ്കരിക്കുന്നില്ല, മോനോട് നിസ്കരിക്കാൻ പറഞ്ഞ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഞാൻ ചുരുക്കി പറയണം, വിശദമായി പറയേണ്ട പോയിന്റുകളാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. രണ്ടാമത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ തിരക്കുള്ള ജോലിക്കാരായിരിക്കാം, ജീവിതത്തിൽ ബിസി ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ മക്കളുടെ കൂടെ, ഭാര്യയുടെ കൂടെ, കുടുംബത്തിന്റെ കൂടെ അവരുടേതായ ആവശ്യങ്ങളൊന്ന് കേൾക്കാനും പറയാനും അവരുടെ കൂടെ കളിക്കാനും ഒക്കെ കുറച്ചൊക്കെ സമയം ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അത് രണ്ടാമതായി നമ്മുടെ മക്കളോടുള്ള ബാധ്യതയാണ്, കുടുംബത്തോടുള്ള ബാധ്യതയാണ്. ഇതിലേറ്റവും വലിയ മാതൃക നമുക്ക് നമ്മുടെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയാണ്. ആരാണ് അള്ളാഹുവിന്റെ റസൂൽ? വലിയ ഉത്തരവാദിത്വമുള്ള പ്രവാചകനാണ്. ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും ദീനെത്തിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. എന്നിട്ടും നോക്കൂ നിങ്ങൾ, ആ റസൂല് കുട്ടികളുടെ കൂടെ സമയം ചിലവഴിക്കാനും തമാശ പറയാനും ഒക്കെ സമയം ചിലവഴിക്കുന്ന ആ വിനയത്തിന്റെ ഉദാഹരണങ്ങൾ എത്രയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരൊറ്റ ഉദാഹരണം പറയട്ടെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആരാണെന്നറിയില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ സേവകനാണ്.
മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കഥയുണ്ട്. എനിക്കൊരു ചെറിയ മോനുണ്ടായിരുന്നു, അതായത് എന്റെ വീട്ടിൽ എനിക്കൊരു ചെറിയ അനിയൻ ഉണ്ടായിരുന്നു. അബൂ ഉമൈർ എന്നാണ് അവന്റെ പേര്. അങ്ങനെ ഇടക്കിടക്ക് അള്ളാഹുവിന്റെ റസൂല് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ആ കൊച്ചുമകനെ, എന്റെ ചെറിയ മകനെ, അതല്ലെങ്കിൽ എന്റെ ചെറിയ അനിയനെ എപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കളിപ്പിക്കുമായിരുന്നു. അവനെ കളിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമായിരുന്നു. ഒരിക്കൽ എന്റെ ആ ചെറിയ അനുജൻ ദുഃഖിതനായി ഇരിക്കുകയാണ്. സമയത്ത് അള്ളാഹുവിന്റെ റസൂല് അവനോട് ചോദിക്കുന്നുണ്ട്, യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ, അല്ല അബൂ ഉമൈറെ, എവിടെ പോയി നിന്റെ നുഗൈർ, എവിടെ പോയി? എന്താ നുഗൈർ എന്ന് പറഞ്ഞാൽ അതായത് ചെറിയൊരു പക്ഷിക്കുഞ്ഞാണ്. അവന് കളിക്കാൻ ഒരു പക്ഷിക്കുഞ്ഞുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയതിന്റെ ദുഃഖത്തിൽ ആ കുഞ്ഞിരിക്കുമ്പോൾ എവിടെ പോയി മോനെ നിന്റെ പക്ഷിക്കുഞ്ഞെന്ന് ചോദിച്ച് അല്ലാഹുവിന്റെ റസൂല് അവനോട് കുശലം പറഞ്ഞ് അവനെ സന്തോഷിപ്പിക്കുന്ന ഘട്ടങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ തന്റെ പേരമക്കളോടുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപനമൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സമയം മക്കളോട് കൂടെ ചെലവഴിക്കണം. രണ്ടാമത്തെ പോയിന്റാണ്. മൂന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ ഉപയോഗം. അത് ഈ ഒഴിവ് കാലത്ത് നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടമായി പോകും. ഇന്ന് അധിക കുട്ടികൾ എന്താ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കുട്ടികളൊക്കെ എന്താ ചെയ്യും? പണ്ട് കാലത്ത് എന്താ ചെയ്തിരുന്നത്? കുട്ടികൾ കളിക്കാൻ പുറത്തു പോകൂലേ? പക്ഷെ ഇന്ന് ആരും മുറ്റത്തേക്ക് പോലും ഇറങ്ങൂല. ഇന്നെന്താ കുട്ടികൾ ചെയ്യുന്നത്? സ്ക്രീനിൽ തന്നെയാണ്. വീഡിയോ ഗെയിമുകൾ, അനാവശ്യമായ റീൽസുകൾ, അതേപോലെ തന്നെ അനാവശ്യമായ ചാറ്റിങ്. ഇങ്ങനെ കൂടുതൽ സമയവും ഫോൺ ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആധുനിക ജനറേഷൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഒരു 2 മാസക്കാലം ഇങ്ങനെ നിരന്തരമായി സ്ക്രീൻ ടൈം കൂടിയാൽ ഈ വെക്കേഷൻ കഴിയുമ്പോഴേക്ക് നമ്മുടെ കുട്ടികൾ അതിന് അഡിക്ഷൻ ആകും. സംശയമില്ല, ഒരു സംശയവും ആ വിഷയത്തിൽ വേണ്ട. അതുകൊണ്ട് എന്ത് വേണം? നിർബന്ധമായി, ഞാൻ ഇതൊരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാ പറയുന്നത്, പല രക്ഷിതാക്കളും നമ്മളോട് വന്ന് പരാതി പറയാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്. ഫോണും നെറ്റും അതേപോലെ ഈ സംവിധാനങ്ങളും ഒന്നും നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തീരത് പറ്റൂല എന്ന് പറഞ്ഞാല് ഏതാണെങ്കിലും അത് പ്രായോഗികാവൂല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവിടെ നല്ല നിലക്കുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇല്ലെങ്കിലോ അവിടെയും രക്ഷിതാക്കളാണ് ഉത്തരവാദികളായി മാറുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ ഖദ് ഹറമല്ലാഹു അലൈഹിം അൽ ജന്ന, ആ 3 ടീമിനും അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. സ്വർഗ്ഗ ഹറാമാക്കപ്പെട്ട 3 വിഭാഗം ആളുകളുണ്ട്. ആരാന്നറിയോ? 1, കേട്ടോളി, മുദ്മിനുൽ ഖംർ, മദ്യപാനം, നിരന്തരമായി മദ്യല്ലാതെ ജീവിക്കാൻ കഴിയാത്ത ചങ്ങാതി, മുഴുകുടിയൻ. രണ്ടാമത്തേത് വൽ ആഖുലി വാലിദൈഹി, മാതാപിതാക്കളെ അനുസരണക്കേട് കാണിച്ച് ബുദ്ധിമുട്ടിക്കുന്ന മകൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മക്കൾ, മാതാപിതാക്കൾക്ക് അനുസരണക്കേട് കാണിക്കുന്ന മക്കൾ. 2. മൂന്നാമതായി റസൂലുള്ളാഹി പറയാണ്, അടിവരയിട്ടോ, ദയ്യൂസ്, ദയ്യൂസിനും സ്വർഗം നിഷിദ്ധമാണ്. ആരാ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ? അല്ലദീ യുഖിറുൽ ഖബ്ത ഫീ അഹ്ലിഹി, അതായത് തന്റെ കുടുംബത്തിൽ തെറ്റുകൾ നടക്കുന്നുണ്ട് എന്ന് അയാൾക്കറിയാം. മക്കളെടുത്ത് പ്രശ്നമുണ്ട് എന്നറിയാം, ഭാര്യന്റെ അടുത്ത് പ്രശ്നമുണ്ട് എന്നറിയാം, വീട്ടിൽ തോന്നിവാസം നടക്കുന്നുണ്ട് എന്നറിയാം. എന്നിട്ട് മൂപ്പരതിന് അംഗീകാരം കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു പ്രതികരണമല്ല, ഒരു നിലക്കും അതിനെ തടയുന്നില്ല, ഇടപെടുന്നില്ല, ഉപദേശം കൊടുക്കുന്നില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. പണ്ഡിതന്മാര് പറയാണ്, ഈ നിലക്കുള്ള തോന്നിവാസങ്ങൾ, താൻ ഇടപെടേണ്ട അധികാരമുണ്ടായിട്ട് ഇടപെടേണ്ട മേഖലകളിൽ ഇടപെടാതെ, നിർദ്ദേശം കൊടുക്കാതെ, അദബ് പഠിപ്പിക്കാതെ, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാതെ, തെറ്റിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാതെ, ഉത്തരവാദിത്വം നിർവഹിക്കാതെ, ഈ നിലക്ക് എല്ലാറ്റിനും പച്ചക്കൊടി കാണിക്കുന്ന കുടുംബനാഥന്മാരാണ് ദയ്യൂസ്. നരകം അവർക്ക് സുനിശ്ചിതമാണ്, സ്വർഗം നിഷിദ്ധമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4ാമത്തെ പോയിന്റ്, ഈ അവധി കാലഘട്ടത്തിൽ ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടാകണം.
അവധിക്കാല പ്ലാൻ ഉണ്ടാകണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം തരും? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്ത് ഏത് സംഗതികൾ വിജയിക്കണോ അതിനൊക്കെ പ്ലാൻ വേണം. പ്ലാൻ ഇല്ലെങ്കിൽ എല്ലാം തകരും. അപ്പൊ അവധിക്കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ കുട്ടികൾ ഈ നെറ്റിലായിരിക്കും, അവര് സ്ക്രീനിലായിരിക്കും, വേറെ പണിയൊന്നുമില്ല. അപ്പൊ രക്ഷിതാക്കൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ അവധിക്കാലത്തിന്റെ തുടക്കമാണല്ലോ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കുട്ടികൾ ഈ അവധിക്കാലം കഴിയുന്നതിന് മുമ്പ് വായിക്കേണ്ട പുസ്തകങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തു കൊടുക്കണം. അവർക്ക് കളിക്കാൻ, പുറത്തുപോയി കളിക്കാൻ ഒരു കൃത്യമായ ടൈമും പ്ലാനിങ്ങും നമ്മൾ ഉണ്ടാക്കണം. ഇനി അവരുമായി ഒന്ന് പുറത്തുപോയി, ഇപ്പൊ നമുക്കറിയാലോ, രാവിലെ പോയി വൈകുന്നേരമാണ് കുട്ടികൾ വരിക, ഫുൾ ടൈം പഠനം തന്നെയാണ്. കുട്ടികൾക്ക് ഒരു പലപ്പോഴും ഉല്ലാസമൊന്നും കിട്ടുന്നില്ല. അപ്പൊ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി നമുക്ക് ഉല്ലാസയാത്ര നടത്താം, അതിനൊരു പ്ലാൻ ഉണ്ടാക്കാം. അതേപോലെ ഈ ഒരു അവധി കാലഘട്ടത്തിൽ പഠിച്ചെടുക്കേണ്ട പ്രത്യേക കോഴ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. അതേപോലെ തന്നെ ഖുർആനിൽ നിന്ന് ഇത്ര ആയത്തുകൾ അല്ലെങ്കിൽ ഇത്ര സൂറത്തുകളൊന്ന് ഹിഫ്ളാക്കാൻ നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാം. ദീനിനെ കുറിച്ച് പലപ്പോഴും സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പിറകിൽ പോകുമ്പോൾ പഠിക്കാൻ അവസരം കിട്ടുന്നില്ല. ദീനിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ഒരു പ്ലാൻ ഉണ്ടാക്കാം. അവധിക്കാല മതപഠന കോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുപ്പിക്കാം. ഇങ്ങനെ ഖുർആൻ പാരായണത്തിന് സമയമുണ്ടാക്കാം. ഇങ്ങനെ രക്ഷിതാക്കള് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ ഈ അവധിക്കാലത്ത് നമ്മുടെ കുട്ടികൾ വഴിപിഴച്ചു പോകൂല എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ അവധിക്കാലം കൊണ്ട് സാധിക്കും. പക്ഷേ അതിനാർക്ക് കഴിയണം? രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. അതാണ് 4ാമത്തെ പോയിന്റ്. 5ാമതായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, സൽസ്വഭാവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് ഉപദേശിക്കണം. സൽസ്വഭാവം, നല്ല നല്ല സ്വഭാവങ്ങൾ. പലപ്പോഴും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കുട്ടികളുടെ ക്യാരക്ടർ മോശമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സൽസ്വഭാവം, ഇടയ്ക്കിടയ്ക്ക് ഇന്നതൊക്കെയാണ് മോനെ നിനക്കുണ്ടാകേണ്ടത്, നമ്മൾ ഇങ്ങനെയാണ്, നമ്മുടെ കുടുംബം എങ്ങനെയാവണം, നമ്മുടെ സ്വഭാവം എങ്ങനെയാകണം. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഉപദേശങ്ങൾ നീട്ടി പറയേണ്ട വിഷയമാണ്. എത്രയോ കാര്യങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. ആ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം ആദ്യമായി മകനോട് പറഞ്ഞത് എന്താണ്? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അളീം. മോനെ ശിർക്ക് ചെയ്യരുത്. തൗഹീദാണ് ആദ്യം കൽപ്പിക്കുന്നത്. എപ്പോഴെങ്കിലും പറയാറുണ്ടോ മക്കളോട്, മോനെ അല്ലാത്ത ഒരാളോടും ഒരു സൃഷ്ടിയോടും ദുആ ചെയ്യാൻ പാടില്ല, ഖാലിഖായ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. തൗഹീദ് മനസ്സിലാക്കണം മോനെ, അള്ളാനെ അറിയണം. റബ്ബിനെ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? അള്ളാനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേ. അള്ളാനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് പറ മോനെ. നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കളോട് ചോദിച്ചിട്ടുണ്ടോ പടച്ച തമ്പുരാനെ കുറിച്ച്, നമ്മുടെ റബ്ബിനെ കുറിച്ച്, ഖാലിഖിനെ കുറിച്ച് നമ്മുടെ മക്കൾ എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളതെന്ന് എപ്പോഴെങ്കിലും പരിശോധിക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ? ഒന്നാമത് മക്കളോട് പറയേണ്ടത് തൗഹീദ് തന്നെയാണ്. അത് അടിയുറക്കണം. ലുഖ്മാൻ അലൈഹിസ്സലാം പഠിപ്പിച്ചത് അതാണ്. രണ്ടാമത്തേത് മുറാഖബത്തുല്ലാഹി തആല, അനിവാര്യമാണ്. റബ്ബ് എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം. മോനെ, അള്ളാഹു കാണുന്നുണ്ട് ട്ടോ. ഈ ലോകത്ത് എവിടെയാണെങ്കിലും, എന്ത് തന്നെ നിഗൂഢതയിലാണെങ്കിലും, എവിടെ തന്നെ രഹസ്യമാക്കി വെച്ചതാണെങ്കിലും അത് അള്ളാഹു അറിയും മോനെ എന്ന ബോധം. അതാണ് അള്ളാഹുവിന്റെ മുറാഖബത്ത്. അതുപോലെ തന്നെ നമസ്കാരം കൊണ്ടുള്ള കൽപ്പന, യാ ബുനയ്യ അഖിമിസ് സ്വലാ, കിടന്നുറങ്ങല്ല മോനെ, എണീക്ക്, നമസ്കരിക്ക് പറയാറുണ്ടോ? അല്ലെ? പല രക്ഷിതാക്കളും വിചാരിക്കുന്നത് എന്താ, സുബൈക്ക് എണീക്കാതെ കിടക്കുന്ന മക്കൾ ഉറങ്ങിക്കോട്ടെ, ക്ഷീണാണ്, അല്ലെ? അങ്ങനെയാണോ? അല്ല, സമയത്ത് എണീച്ച് നമസ്കരിക്കാൻ പറയണം. ഇല്ലെങ്കിൽ ആ കുട്ടി നിസ്കരിക്കൂല. പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം മോനെ. അങ്ങനെ പറഞ്ഞാൽ എന്താ? മോനെ നീ തെറ്റ് കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ, മോനത് പഠിപ്പിച്ചാൽ, മക്കളത് പഠിപ്പിച്ചാൽ എന്താ? ആ തെറ്റ് ആ കുട്ടി ചെയ്യൂല. ഇതൊക്കെ നമ്മൾ ചെയ്തേണ്ട. അതേപോലെ തന്നെ അസ്സബ്റു അലൽ അദാ, ഉപദ്രവം ഉണ്ടാകുമ്പോൾ നീ ക്ഷമിക്കാൻ പഠിക്കണം മോനെ. അക്ഷമ കാണിക്കരുത്. ഭൂമിയിലൂടെ വിനയത്തോടുകൂടെ നടക്കണം മോനെ. അഹങ്കാരിയായി നെഞ്ചു വിരിച്ച് നടക്കല്ലേ, വിനയമുണ്ടാകണം മോനെ. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തി വളരെ ഒതുക്കത്തോടുകൂടെയാണ് മുതിർന്നവരുടെയും അധ്യാപകരുടെയും ഒക്കെ മുമ്പിൽ സംസാരിക്കേണ്ടത്. ബഹളം വെച്ച് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കരുത്. അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്, അത് ദുഷിച്ച സ്വഭാവമാണ്. ഇതൊക്കെ ലുഖ്മാൻ അലൈഹിസ്സലാം നൽകിയ ഉപദേശങ്ങളാണ്. പരിശോധിക്കുക രക്ഷിതാക്കളെ, ഞാനും നിങ്ങളൊക്കെ നമ്മളിതൊക്കെ പറയാറുണ്ടോ, ഉപദേശിക്കാറുണ്ടോ? ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോഴും പറയുമ്പോഴും ഇങ്ങനെയുള്ള ഒരു രീതി നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമ്പോഴുമാണ് നമ്മുടെ മക്കള് രക്ഷപ്പെടുക. ഇതൊന്നും നമ്മൾ ചെയ്യാതെ, ഉത്തരവാദിത്വം ചെയ്യാതെ മകൻ കൈവിട്ടുപോയി, മകള് കൈവിട്ടുപോയി എന്ന് പറഞ്ഞതിൽ ഒരർത്ഥവുമില്ല. അതുകൊണ്ട് ഈ ഒരു വലിയ അമാനത്ത്, ഈ ഒരു ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം. ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ട്, അത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന
സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മക്കളോടുള്ള ഉത്തരവാദിത്വത്തിൽ ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ മക്കളുടെ കൂട്ടുകാരാരാണ് എന്നത് നമ്മൾ അന്വേഷിക്കണം. കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം. പറയേണ്ടതില്ല, മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് ഈ ആറാമത്തെ കാര്യത്തിൽ പിഴവ് സംഭവിച്ചാൽ എല്ലാം ബാത്തിലായി. കാരണം എന്താണെന്നറിയോ? കൂട്ടുകെട്ട് ചീത്തയാണെങ്കിൽ കുടുംബത്തിൽ നിന്ന് ആ കുട്ടിയെ അകറ്റും, അവന്റെ ധാർമ്മിക ബോധം നശിപ്പിക്കും, അവൻ വഴിപിഴച്ചു പോകും, അവരെ പിന്നെ നമുക്ക് കിട്ടൂല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം നോക്കൂ നിങ്ങൾ. അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ധാരാളം പ്രാവശ്യം ചിന്തിച്ചു കൊള്ളട്ടെ ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത് എന്ന്. എത്ര സ്ട്രോങ് ആയ അദബും വീട്ടിൽ നിന്ന് കിട്ടിയാലും കൂട്ടുകാരൻ പോയോ, കൂട്ടുകാരി പോയോ, പോയി, കുട്ടി നഷ്ടപ്പെട്ടു. ഒരുപാട് ഇന്ന് ലോകത്ത് കാണുന്ന മിക്ക പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ചീത്ത കൂട്ടുകെട്ടിൽ പോയി പെട്ടതാണ്. അതുകൊണ്ട് ആരാണ്, അവന്റെ ഹിസ്റ്ററി എന്താണ്, അവന്റെ പ്രൊഫൈൽ എന്താണ്, നമ്മുടെ മകളുടെ കൂട്ടുകാരികൾ ആരാണ്, മകന്റെ നല്ല കൂട്ടുകെട്ട് തെരഞ്ഞെടുക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പ്രേരിപ്പിക്കണം. അങ്ങനെ വഴിപിഴച്ചു പോയിട്ട് കൂട്ടുകാരാൽ പിഴപ്പിക്കപ്പെട്ട മനുഷ്യന്മാര് പരലോകത്തെത്തിയിട്ട് ഖേദിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുർഖാനിൽ അല്ലാഹു പറയുന്നുണ്ട്. എന്താ അല്ലാഹു പറയുന്നതെന്നറിയോ? വയൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ. അക്രമിയതാ പരലോകത്ത് വിരൽ കടിക്കുകയാണ്. പഠിച്ചവനെ, പ്രവാചകൻ പഠിപ്പിച്ച മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഖേദത്തോടെ വിരൽ കടിക്കുകയാണ് അക്രമി. അയാൾ അവിടെ ഖേദിക്കുന്നത് എന്താണെന്നോ? യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാലിന്നവനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ലഖദ് അളല്ലനി അനിദ്ദിക്രി ബഅദ ഇദ് ജാഅനി വകാന അശ്ശൈത്താനു ലിൽഇൻസാനി ഖദൂലാ. എനിക്ക് കൃത്യമായ ഉത്ബോധനം നൽകപ്പെട്ടിട്ടും അവൻ എന്നെ വഴിപിഴപ്പിച്ച് കളഞ്ഞല്ലോ. ഈ ഒരു നെടുങ്കേദം പരലോകത്ത് ഉണ്ടാകാൻ പോകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഈ പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടെ ഞാൻ ചുരുക്കി പറയാണ്. ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ മാതൃകയാകണം. രണ്ടാമത്തെ പോയിന്റ്, മക്കളുടെ കൂടെ നമ്മൾ സമയം ചിലവഴിക്കണം. മൂന്നാമത്തേത്, ഇന്റർനെറ്റ് നിയന്ത്രിക്കൽ വളരെ അനിവാര്യമാണ്. നാലാമത്തേത്, ഒരു ടൈം മാനേജ്മെന്റ് ഈ അവധിക്കാലത്തുണ്ടാകണം. അഞ്ചാമത്തേത്, സൽസ്വഭാവം മക്കൾക്ക് പകർന്നു കൊടുക്കണം. ആറാമത്തേത്, കൂട്ടുകാരാരാണ് എന്ന് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും. അവർക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും അത് പ്രയോജനപ്രദമാകും. ആ നിലക്ക് പ്ലാൻ ചെയ്യാനും മക്കളെ വളർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ അപരാധങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم.
اللهم بارك لنا في أوقاتنا وأعمارنا وأرزاقنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.